ഹായ് ഓൾ, എല്ലാവർക്കും വോയിസ് ആൻഡ് എക്കോസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ തിയറി പാർട്ടാണ് എടുത്തത്. ഇന്ന് നമുക്കതിൻ്റെ ഫോർമുലേഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഫോർമുലേഷൻ ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലമാണ് ഇന്നത്തെ ക്ലാസ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റിൽ നമുക്കൊരു ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ മാനുഫാക്ചറർ ഓഫ് ഫർണിച്ചർ makes two products, chairs and tables. Processing of these products is done on two machines A and B. A chair requires 2 hours on machine A and 6 hours on machine B. A table requires 5 hours on machine A and no time on machine B. There are 16 hours of time per day available on machine A and 30 hours on machine B. Profit gained by the manufacturer from a chair is ₹1 and from a table is ₹5 respectively. Formulate the problem into a LPP in order to maximize the total profit. ഓക്കെ, അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ്? വായിച്ചപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടി കാണും അല്ലേ, എന്താണ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കണേന്ന്. എന്നാലും ഞാൻ അതിൻ്റെ അർത്ഥമൊന്ന് പറയാം. ഒരു ഫർണിച്ചർ മാനുഫാക്ചറർ 2 പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ചെയറും ടേബിളും. ഓക്കെ, ചെയേഴ്സും ടേബിൾസുമാണ് അദ്ദേഹം മാനുഫാക്ചർ ചെയ്യുന്നത്. പ്രോസസ്സിംഗ് ഓഫ് ദീസ് പ്രോഡക്ട്സ് ഈസ് ഡൺ ഓൺ 2 മെഷീൻസ് എ ആൻഡ് ബി. ഇതിൻ്റെ പ്രോസസ്സിംഗ് നടത്തുന്നത് 2 മെഷീൻസിലാണ്. ഏതൊക്കെയാണ് മെഷീൻസ്? എ എന്ന് പറയുന്ന ഒരു മെഷീനുമുണ്ട്, ബി എന്ന് പറയുന്ന മറ്റൊരു മെഷീനുമുണ്ട്. ഓക്കെ, എ ചെയർ റിക്വേഴ്സ് 2 hours ഓൺ മെഷീൻ എ ആൻഡ് 6 hours ഓൺ മെഷീൻ ബി. ഒരു ചെയറിന് എത്ര അവേഴ്സ് വേണം? 2 മണിക്കൂർ വേണം മെഷീൻ എയിൽ. അതുപോലെ തന്നെ 6 മണിക്കൂർ വേണം മെഷീൻ ബിയിൽ. ഇപ്പോൾ ഒരു ചെയർ പ്രോസസ്സായിട്ട് കിട്ടാൻ വേണ്ടി മെഷീൻ എയിൽ എത്ര സമയമെടുക്കും? 2 മണിക്കൂർ എടുക്കും. എന്നാൽ മെഷീൻ ബിയിൽ എത്ര മണിക്കൂർ എടുക്കും? 6 മണിക്കൂർ എടുക്കും. എന്നാൽ മാത്രമേ അത് ചെയറായിട്ട് പൂർണ്ണമായി നമ്മുടെ കയ്യിലേക്ക് കിട്ടുകയുള്ളൂ. ദെൻ എ ടേബിൾ റിക്വേഴ്സ് 5 hours ഓൺ മെഷീൻ എ ആൻഡ് നോ ടൈം ഓൺ മെഷീൻ ബി. എന്നാൽ ഒരു ടേബിളിന് എത്ര സമയം വേണം? മെഷീൻ എയിൽ അത് പ്രോസസ്സായിട്ട് കിട്ടാൻ 5 മണിക്കൂറും അതുപോലെ തന്നെ മെഷീൻ ബിയിലാണെങ്കിൽ നമുക്ക് സമയമൊന്നും വേണ്ട. നോ ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 0 ടൈമാണ് അവിടെ നമുക്ക് വേണ്ടുന്നത്. ഇനി ബാക്കിയുള്ള കാര്യം കൂടി നോക്കാം. There are 16 hours of time per day available on machine A. മെഷീൻ എയിൽ നമുക്ക് ഒരു ദിവസം 16 മണിക്കൂർ ജോലി ചെയ്യിക്കാം. മെഷീൻ എയിൽ നമ്മൾക്ക് എത്ര മണിക്കൂർ ജോലി ചെയ്യാം? 16 മണിക്കൂർ ജോലി ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ അത് പ്രവർത്തിപ്പിക്കാൻ പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ ആൻഡ് 30 hours ഓൺ മെഷീൻ ബി. മെഷീൻ ബി ആണെങ്കിൽ 30 മണിക്കൂർ നമ്മൾ ഒരു ദിവസം വർക്ക് ചെയ്യിക്കാം. ഓക്കെ, അപ്പം അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലേ. എന്താണ്? മെഷീൻ എ നമുക്ക് 16 മണിക്കൂറേ ഒരു ദിവസം പ്രവർത്തിപ്പിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ മെഷീൻ ബി ആണെങ്കിൽ 30 മണിക്കൂർ നമുക്ക് പ്രവർത്തിപ്പിക്കാം. അതൊരു ലിമിറ്റേഷനാണ്. ഇത്ര സമയം മാത്രമേ നമുക്ക് എന്തെടുക്കാൻ പറ്റുകയുള്ളൂ? ആ 2 പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾക്ക് മെഷീൻസിൽ എടുക്കാൻ പറ്റുന്ന സമയത്തിൻ്റെ പരിമിതിയാണ് തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് മെഷീൻ എയിൽ 16 മണിക്കൂറും മെഷീൻ ബിയിൽ 30 മണിക്കൂർ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. ഇനി ആ മാനുഫാക്ചറിന് ഇതിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കാം. പ്രോഫിറ്റ് ഗെയിൻ ബൈ ദ മാനുഫാക്ചറർ ഫ്രം എ ചെയർ ഈസ് ₹1. 1 രൂപയാണ് അയാൾ ഒരു ചെയർ വിറ്റാൽ അയാൾക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 രൂപയാണ്. അതുപോലെ തന്നെ അയാൾക്ക് ഒരു ടേബിൾ വിറ്റാൽ ലഭിക്കുന്ന പ്രോഫിറ്റ് എത്രയാണ്? 5 രൂപയാണ്. ഇനി എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഫോർമുലേറ്റ് ദ പ്രോബ്ലം ഇൻടു എ LPP ഇൻ ഓർഡർ ടു മാക്സിമൈസ് ദ ടോട്ടൽ പ്രോഫിറ്റ്. ഇതിനെ LPPയിലേക്ക് മാറ്റണം. എന്തിനു വേണ്ടി? നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ LPPയിലേക്ക് മാറ്റണം എന്നാണ് പറഞ്ഞത്. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിലേക്ക് മാറ്റണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ
എന്താണ് നമുക്കറിയാം, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നുകിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷനോ അതല്ലെങ്കിൽ കോസ്റ്റ് മിനിമൈസേഷനോ വേണ്ടിയിട്ടാണ് നമ്മൾ LPP യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയാം അല്ലേ. അപ്പം നമുക്ക് ഈ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടി ഒരു ടേബിളിലേക്ക് ആഡ് ചെയ്യാം. എന്തൊക്കെ ഡേറ്റാസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, എങ്ങനെ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് കൂട്ടാൻ സാധിക്കും, അതിനുവേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് എല്ലാം കൂടി എന്ത് ചെയ്യാം, ഒരു ടേബിളിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടേബിളിൽ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? മെഷീൻ എയിൽ, മെഷീൻ ബി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദെൻ ചെയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടേബിളിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൈലബിൾ ടൈം, പ്രോഫിറ്റ്, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായെങ്കിൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കണതെന്ന്. കാരണം എന്തൊക്കെയാണ്, ചെയറും ടേബിളും പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചറർ ഓരോന്നും ഏതൊക്കെ മെഷീൻസിലാണ്, മെഷീൻ എയിലും മെഷീൻ ബിയിലുമാണ് ഇത് പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, മെഷീൻ എയിൽ ഒരു ചെയറിന് 2 മണിക്കൂറും മെഷീൻ ബിയിൽ ഒരു ടേബിളിന് 5 മണിക്കൂറും എടുക്കും. ഓക്കെ, അതുപോലെ മെഷീൻ ബിയിൽ ഒരു ചെയറിന് 6 മണിക്കൂറും മെഷീൻ ബിയിൽ ഒരു ടേബിളിന് സമയമൊന്നും എടുക്കില്ല, 0 ടൈമാണ് അവിടെ എടുക്കുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ മെഷീൻസിന് അവൈലബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ഒരു ദിവസം 16 മണിക്കൂർ മാത്രമേ മെഷീൻ എ പ്രവർത്തിപ്പിക്കാൻ പാടുള്ളൂ. അതുപോലെ ഒരു ദിവസം ബി എന്ന് പറയുന്ന മെഷീൻ 30 മണിക്കൂർ മാത്രമേ പ്രവർത്തിപ്പിക്കാൻ പാടുള്ളൂ. ദെൻ പ്രോഫിറ്റ് പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് എങ്ങനെയാണ്? ചെയറിന് 1 രൂപയാണ്, ഒരു ചെയർ നമ്മൾക്ക് വിറ്റാൽ 1 രൂപയാണ് നമ്മൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. അതുപോലെ തന്നെ ടേബിൾ നമ്മൾ ഒരെണ്ണം വിറ്റാൽ നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടും? 5 രൂപയാണ് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. ഓക്കെ, അപ്പം ടേബിളിലാക്കിയപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി മനസ്സിലായല്ലോ. നമ്മൾക്ക് ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ മാത്രമേ ഉള്ളൂ? ഒന്ന്, അവേഴ്സ്, ടൈം തന്നിട്ടുണ്ടല്ലേ, മെഷീൻ എയുടേതും മെഷീൻ ബിയുടേതും സമയവും, അതുപോലെ അത് ഒരു ദിവസം എത്ര ടൈം എടുക്കും എന്നുള്ളതും തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്രോഫിറ്റ് എത്രയാണ്, ഒരു യൂണിറ്റ് വിറ്റാൽ കിട്ടുന്ന പ്രോഫിറ്റും തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. ഓക്കെ, നോക്കിയേ, നമുക്ക് ഇവിടെ അവർ എന്ത് പറഞ്ഞിട്ടില്ല, പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, പക്ഷേ എത്ര ചെയർ അല്ലെങ്കിൽ എത്ര ടേബിൾ ടോട്ടലി ആ ഒരു മാനുഫാക്ചറർ പ്രൊഡ്യൂസ് ചെയ്യും എന്ന് തന്നിട്ടുണ്ടോ ക്വസ്റ്റിനകത്ത്? ഇല്ല. ക്വസ്റ്റിനകത്ത് എന്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? അവേഴ്സും പ്രോഫിറ്റും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എത്ര ചെയർ പ്രൊഡ്യൂസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? അസ്യൂം ചെയ്യണം എത്ര ചെയേഴ്സ് അല്ലെങ്കിൽ എത്ര ടേബിൾസ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെ x1 ബി ദ നമ്പർ ഓഫ് ചെയേഴ്സ്, നമ്മൾ ചെയേഴ്സിൻ്റെ ടോട്ടൽ എണ്ണത്തെ x1 എന്ന് എടുത്തു. ഓക്കെ, എത്ര എണ്ണം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് തന്നെ നമ്മൾ ചെയേഴ്സിൻ്റെ എണ്ണത്തെ x1 എന്ന് എടുത്തു. അതുപോലെ ടേബിൾസിൻ്റെ എണ്ണത്തെ എത്രയെന്ന് എടുത്തു? x2 എന്നും നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, അപ്പം ടേബിൾസിൻ്റെ എണ്ണം x2 എന്നും അതുപോലെ ചെയേഴ്സിൻ്റെ എണ്ണം x1 എന്നും നമ്മൾ അസ്യൂം ചെയ്തു. നമുക്ക് ടോട്ടൽ എത്രയാണെന്ന് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്തത്. ഓക്കെ, ഇനി നമ്മൾക്ക് അറിയാം നമ്മൾ നമ്പർ ഓഫ് ചെയേഴ്സും നമ്പർ ഓഫ് ടേബിൾസും എടുത്തു. ഇനി എത്രയാണ് നമ്മൾക്ക് പ്രോഫിറ്റ്, അവർ അവിടെ പറഞ്ഞിരിക്കുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കാം. ചെയറിൽ നിന്നും കിട്ടുന്ന ചെയേഴ്സിൽ നിന്നും നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എങ്ങനെയാണ്? നമ്മൾക്കറിയാം, നമുക്ക് തന്നിട്ടുണ്ട് പ്രോഫിറ്റ് ചെയറിൽ നിന്നും 1 രൂപ, ഒരു ചെയർ വിൽക്കുമ്പോൾ 1 രൂപയാണ് ലഭിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 രൂപയാണ് പ്രോഫിറ്റ് ഫ്രം ചെയർ, 1 രൂപയാണ് ലഭിക്കുന്നത്. അതുപോലെ നമ്മളിവിടെ അസ്യൂം ചെയ്തിട്ടുണ്ട് നമ്പർ ഓഫ് ചെയേഴ്സ് എന്ന് പറയുന്നത് x1 ആണെന്ന്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് നോക്കാം. അപ്പം ഒരു ചെയറിൽ നിന്ന് നമുക്ക് 1 രൂപയാണ് പ്രോഫിറ്റ് കിട്ടുന്നതെങ്കിൽ x1 ചെയേഴ്സിൽ നിന്ന് നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടും? 1 × x1 അല്ലേ, 1 × x1 ഈസ് ഈക്വൽ ടു x1 തന്നെ. ഓക്കെ, 1 × x1 ആണ്. നമുക്ക് ഒരു ചെയറിൽ നിന്നും 1 രൂപ ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ x1 ചെയേഴ്സിൽ നിന്ന് നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് ലഭിക്കും? 1 × x1 ഈസ് ഈക്വൽ ടു x1 പ്രോഫിറ്റ് നമുക്ക് ലഭിക്കും. ഓക്കെ, ഇനി ഒരു ടേബിളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് ₹5. ഒരു ടേബിളിൽ നിന്ന് നമുക്ക് 5 രൂപ ലഭിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് x2 ടേബിൾസിൽ നിന്നും നമുക്ക് എത്ര രൂപ കിട്ടും? 5 × x2 അല്ലേ. അപ്പോൾ 5x2 മനസ്സിലായോ? അപ്പം ഒരു ടേബിളിൽ നിന്നും നമുക്ക് 5 രൂപ പ്രോഫിറ്റ് ലഭിക്കും. അതുപോലെ നമുക്ക്
x2 ടേബിൾസിൽ നിന്നും എത്ര രൂപ പ്രോഫിറ്റ് ലഭിക്കും? 5 × x2 5x2 നമുക്ക് പ്രോഫിറ്റ് ലഭിക്കും. ഓക്കെ, ഇനി നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരും? ടോട്ടൽ പ്രോഫിറ്റ് ചെയേഴ്സിൻ്റെ പ്രോഫിറ്റ് പ്ലസ് ടേബിൾസിൻ്റെ പ്രോഫിറ്റ് അല്ലേ? ചെയറിൻ്റെ പ്രോഫിറ്റ് എത്രയാണ്? x1 പ്ലസ് 5x2. ഇതാണ് നമ്മളുടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ പ്രോഫിറ്റ് അപ്പോൾ കിട്ടി. ഇനി ടോട്ടൽ പ്രോഫിറ്റ് കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ സാധാരണ നമ്മളുടെ ഇവിടുത്തെ ഒബ്ജക്റ്റീവ് നോക്കണം. നമ്മുടെ ക്വസ്റ്റിനകത്ത് ഒബ്ജക്റ്റീവ് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ? മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ് നമ്മളുടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. അപ്പോൾ നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നതും എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ് ഈ എഴുതി വച്ചിരിക്കുന്നത്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇസഡ് എന്ന് പറയുന്ന ആൽഫബറ്റ് കൊണ്ടാണ്. അപ്പോൾ നമുക്കിങ്ങനെ മാറ്റി എഴുതാം. ഇസഡ് ഈസ് ഈക്വൽ ടു x1 പ്ലസ് 5x2. ഇതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ പ്രോബ്ലത്തിൽ നമ്മൾക്ക് കണ്ടെത്താനുള്ളത് ഈ തന്നിരിക്കുന്നതിൻ്റെ മാക്സിമൈസ് ചെയ്യുക, ഈ തന്നിരിക്കുന്നതിന് എന്ത് ചെയ്യുക? മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കിട്ടി. ഇനി നമുക്ക് കൺസ്ട്രെയിൻസ് നോക്കാം അല്ലേ? അപ്പോൾ നമ്മൾക്ക് നേരത്തെ അറിയാം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾക്ക് ഫോർമുലേഷനകത്ത് വേണ്ടുന്ന, അല്ലെങ്കിൽ നമ്മളൊരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് വേണ്ടുന്ന 4 കാര്യങ്ങളിലൊന്ന് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ്. അത് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തു അല്ലേ? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്നത് കൺസ്ട്രെയിൻസ്. കൺസ്ട്രെയിൻസ് എങ്ങനെ എഴുതാമെന്നാണ്. അപ്പോൾ നമുക്ക് 2 മെഷീൻസിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ടോട്ടലായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് 2 മെഷീൻസിൻ്റെ കാര്യം തന്നിട്ടുണ്ട്. ഫസ്റ്റ് മെഷീൻ എ. മെഷീൻ എ എന്ന് പറയുന്നതിൽ എത്ര സമയമെടുക്കും? ടൈം റിക്വയർഡ് ഫോർ ചെയേഴ്സ്. മെഷീൻ എയിൽ ഒരു ചെയർ പ്രോസസ്സായി വരാൻ എത്ര സമയമെടുക്കും? എത്ര സമയം എന്നാണ് പറഞ്ഞിരുന്നത്? 2 മണിക്കൂർ. ഓർമ്മ കാണും, എത്രയെന്നാണ് പറഞ്ഞിരുന്നത്? 2 മണിക്കൂർ എന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ? ചെയർ പ്രോസസ്സായിട്ട് വരാൻ എത്ര മണിക്കൂർ എന്നാണ് പറഞ്ഞിരുന്നത്? 2 മണിക്കൂർ എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ x1 ചെയേഴ്സിന് പ്രോസസ്സ് ചെയ്യാൻ എത്ര സമയം വേണ്ടി വരും? x1 ചെയേഴ്സ് പ്രോസസ്സ് ചെയ്യാൻ എത്ര സമയം വേണ്ടി വരും? 2 × x1. അപ്പോൾ 2x1 സമയം എവിടെ വേണ്ടി വരും? നമ്മളുടെ മെഷീൻ എയിൽ ചെയേഴ്സിന് മൊത്തത്തിൽ x1 ചെയേഴ്സിന് ഒരു ദിവസം വേണ്ടുന്നത് 2x1 ടൈമാണ്. ഇനി മെഷീൻ എയിൽ ഒരു ടേബിൾ പ്രോസസ്സ് ആവാൻ എത്ര സമയം വേണം? 5 മണിക്കൂർ എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയെങ്കിൽ x2 നമ്പർ ഓഫ് ടേബിൾസിന് എത്ര സമയം വേണ്ടി വരും ഒരു മെഷീൻ എയിൽ പ്രോസസ്സായി വരാൻ? അപ്പോൾ x2 = 5x2 ടൈം വേണ്ടി വരും. എന്തിനാണ്? ടേബിൾസിന് മെഷീൻ എയിൽ പ്രോസസ്സാവാൻ. മനസ്സിലായോ? അപ്പം ചെയേഴ്സിന് മൊത്തത്തിൽ ഒരു ചെയറിന് 2 മണിക്കൂറാണ് വേണ്ടുന്നത്. അങ്ങനെ ടോട്ടൽ ചെയേഴ്സിന് എത്രയാണ്? 2x1 വേണം അല്ലേ? ടോട്ടൽ ചെയേഴ്സ് നമ്മൾ എടുത്തിരിക്കുന്നത് x1 എന്നാണ്. അപ്പം 2 × x1 2x1. ദെൻ ടൈം റിക്വയർഡ് ഫോർ ടേബിൾസ്, ഒരു ടേബിളിന് നമുക്ക് 5 മണിക്കൂർ വേണം. അങ്ങനെയെങ്കിൽ നമ്മളുടെ ടോട്ടൽ ടേബിൾസിൻ്റെ നമ്പർ നമ്മൾ എങ്ങനെയാണ് എടുത്തിരിക്കണേ? x2 എന്നാണ്. സോ നമുക്ക് എത്ര സമയം വേണം? 5x2 വേണം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ടൈം നമുക്ക് മൊത്തത്തിൽ മെഷീൻ എയിൽ ചെയറിനും ടേബിളിനും എല്ലാം കൂടി എത്ര സമയം നമുക്ക് ആവശ്യമായിട്ടുണ്ട്? 2x1 പ്ലസ് 5x2. ഓക്കെ, ഇത്രയും സമയമാണ് നമുക്ക് വേണ്ടുന്നത്. അങ്ങനെയെങ്കിൽ എത്രയാണ് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം? നമ്മൾ മെഷീൻ എയിൽ ഒരു ദിവസം, നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടല്ലേ, മെഷീൻ എയിൽ ഒരു ദിവസം എത്ര മണിക്കൂർ ആ മെഷീൻ എ നമുക്ക് പ്രവർത്തിപ്പിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 16 മണിക്കൂർ. 16 മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യാം? മെഷീൻ എയെ പ്രവർത്തിപ്പിക്കാം. അപ്പോൾ അവൈലബിൾ ടൈം എത്രയാണ്? 16 മണിക്കൂറാണ്. നമ്മൾക്ക് വേണ്ടുന്നത് എത്ര സമയമാണ്? 2x1 പ്ലസ് 5x2 ആണ് നമുക്ക് വേണ്ടുന്ന സമയം. സോ നമ്മുടെ കൺസ്ട്രെയിൻ എങ്ങനെ വരും എന്ന് വെച്ചാൽ 2x1
plus 5x2. Okay, 2x1 plus 5x2 ഗ്രേറ്റർ ദാനോ ലെസ് ദാനോ വരും? ഏതാണ് നോക്കാം. ഏതാണ് വരുന്നത്? ഇവിടെ ഇപ്പോൾ വരുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16. എന്തുകൊണ്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16 വന്നതെന്ന് വെച്ചാൽ 2x1 പ്ലസ് 5x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60. ഓക്കെ, നമ്മൾക്ക് മെഷീൻ എ എന്ന് പറയുന്നത് ഒരു ദിവസം 16 മണിക്കൂർ മാത്രമേ പ്രവർത്തിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഇവിടെ തന്നിരിക്കുന്ന 2x1 പ്ലസ് 5x2 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് ചെയറിനും ടേബിളിനും കൂടി വേണ്ടുന്ന സമയം എന്ന് പറയുന്നത് ഈ 16 മണിക്കൂറിന് താഴെയായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനും പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾക്കവിടെ പ്രോഡക്റ്റ്സ് പ്രോസസ്സ് ചെയ്യണ്ടേ? ചെയറും ടേബിളും പ്രോസസ്സ് ചെയ്ത് കിട്ടണം. പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല, കാരണം 16 മണിക്കൂറേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ആ സമയത്തിന് താഴെ ആയിരിക്കണം എന്തെന്ന് പറയുന്നത് 2x1 പ്ലസ് 5x2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2x1 പ്ലസ് 5x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16. ഒന്നുകിൽ 16 മണിക്കൂറാകാം, അതല്ല എന്നുണ്ടെങ്കിൽ 16 മണിക്കൂറിന് താഴെ ആയിരിക്കണം എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ടൈം, റിക്വയർഡ് ടൈം എന്ന് പറയുന്നത്. നമുക്ക് ഈ രണ്ട് പ്രോഡക്ട്സും പ്രോസസ്സ് ചെയ്യാനുള്ള ടൈം റിക്വയർഡ് എന്ന് പറയുന്നത് 16 അവേഴ്സിന് താഴെ ആയിരിക്കണം. ഓക്കെ, അപ്പം ഒരു കൺസ്ട്രെയിൻറ്റ് ആയി അല്ലേ? ഒരു കാര്യം ഒരെണ്ണമായി. ഇനി അടുത്ത ഇക്വേഷനും കൂടെ വേണം. നെക്സ്റ്റ് മെഷീൻ ബി. മെഷീൻ ബിയിൽ ടൈം റിക്വയർഡ് ഫോർ ചെയേഴ്സ് എത്ര സമയം, ഒരു ചെയർ എത്ര സമയം എടുക്കും? ഒരു ചെയർ എത്ര സമയം എടുക്കും? മെഷീൻ ബിയിൽ ഒരു ചെയർ എത്ര സമയം എടുക്കും എന്ന് ചോദിച്ചാൽ 6 മണിക്കൂർ എടുക്കും. ഓക്കെ, 6 മണിക്കൂറാണ് ഒരു ചെയർ എന്ത് ചെയ്യുന്നത്? മെഷീൻ ബിയിലെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ x1 ചെയേഴ്സ് എത്ര സമയം എടുക്കും? 6x1. നമ്മൾ x1 ആണ് നമ്പർ ഓഫ് ചെയേഴ്സിന് എടുത്തതെന്ന് പറഞ്ഞു അല്ലേ? അപ്പം x1 ചെയേഴ്സ് എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചാൽ 6x1 എടുക്കും. ദെൻ ടൈം റിക്വയർഡ് ഫോർ ടേബിൾസ് എത്ര സമയം എടുക്കും? മെഷീൻ ബിയിൽ 0 ആണ് അല്ലേ? 0 അല്ലേ പറഞ്ഞേ? ഒരു സമയം, നോ ടൈം എന്നാണ് പറഞ്ഞത്, നോ ടൈം റിക്വയർഡ് എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പം 0 ടൈമാണ്. സോ നമുക്ക് ഇവിടെ കിട്ടണതും എന്താണ്? 0 തന്നെ ആയിരിക്കും. ദെൻ ടോട്ടൽ ടൈം റിക്വയർഡ് എത്ര സമയമാണ് ടോട്ടലി ഇവിടെ ആവശ്യമായിട്ടുള്ളത്? നമുക്ക് 6x1 മതി അല്ലേ? ടേബിളിന് അവിടെ സമയം എടുക്കാത്തത് കൊണ്ട് തന്നെ 6x1 മാത്രമേ ഉള്ളൂ. ദെൻ നമുക്ക് അവൈലബിൾ ടൈം എത്രയാണ്? മെഷീൻ ബിയിൽ നമുക്ക് 1 ഡേ അവൈലബിൾ ആയിട്ടുള്ള ടൈം എത്രയാണ്? 30 അവേഴ്സ് ആണ്. 30 അവേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഉള്ളത്. ഓക്കെ ആണല്ലോ? അപ്പം ചെയറിന് മെഷീൻ ബിയിൽ ഒരു ചെയറിന് 6 മണിക്കൂർ എടുക്കും. അങ്ങനെയാണെങ്കിൽ x1 ചെയറിന് എത്ര മണിക്കൂർ എടുക്കും? 6x1. ദെൻ ഒരു ടേബിളിന് എത്ര മണിക്കൂർ എടുക്കും? മെഷീൻ ബിയിൽ 0 ആണ്. സോ 0 തന്നെയാണ് ഇവിടെ വരുന്നത്. ദെൻ ടോട്ടൽ ടൈം റിക്വയർഡ് എന്ന് പറയുമ്പോൾ 6x1 ആണ്. ദെൻ അവൈലബിൾ ടൈം എന്ന് പറയുന്നത് 30 അവേഴ്സ് ആണ്. 30 അവേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഇവിടുത്തെ കൺസ്ട്രെയിൻ നമ്മൾ എങ്ങനെ എഴുതും നോക്കാം. 6x1 അല്ലേ? ആ ഒരെണ്ണമല്ലേ ഉള്ളൂ. 6x1 എന്ന് പറയുന്നത് ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ വരും? ഏതാണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 അല്ലേ? 30നേക്കാൾ എന്തായിരിക്കണം? ചെറുതായിരിക്കണം 6x1 എന്ന് പറയുന്നത്. ഓക്കെ, 6x1 എന്ന് പറയുന്നത് എപ്പോഴും 30നേക്കാൾ ചെറുതായിരിക്കണം. കാരണം നമുക്ക് മെഷീൻ ബിയിൽ എത്ര മണിക്കൂർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ? 30 മണിക്കൂർ. ഒരു ദിവസം 30 മണിക്കൂറേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉപയോഗിക്കാൻ പറ്റില്ല. സോ 30ൽ താഴെയോ അതല്ലെങ്കിൽ 30ഓ ആയിരിക്കണം എന്തെന്ന് പറയുന്നത് മെഷീൻ ബിയിൽ നമ്മൾക്ക് ആവശ്യമുള്ള സമയം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ്, ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദെൻ നമുക്കിനി ലാസ്റ്റ് ഫൈനൽ പ്രോസസ്സാണ് ചെയ്യാനുള്ളത്. എന്താണ്? നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കത് ജസ്റ്റ് ഫോർമുലേറ്റ് ചെയ്ത് എല്ലാം കൂടി ഒന്നിച്ചൊന്ന് എഴുതിയാൽ മാത്രം മതി. LPP ഈസ് ടു ഫൈൻഡ് x1 ആൻഡ് x2. ഓക്കെ, നമ്മൾക്ക് x1ഉം x2ഉം കണ്ടെത്തണം. എങ്ങനെയാണ്? മാക്സിമൈസ്. ഇവിടെ നമുക്കടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്?
മാക്സിമൈസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അപ്പം മാക്സിമൈസ് ചെയ്യേണ്ടത് എന്താണ്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്തായിരുന്നു? ഇസഡ് ഈസ് ഈക്വൽ ടു x1 പ്ലസ് 5x2 അതായിരുന്നു നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമൈസ് ചെയ്യേണ്ടത് എന്താണ്? നമ്മളുടെ ഒബ്ജക്റ്റീവാണ്. മാക്സിമൈസ് പ്രോഫിറ്റ് പറഞ്ഞല്ലോ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താണ്? അതാണ് മാക്സിമൈസ് ചെയ്യാനുള്ളത്. ദെൻ സബ്ജക്റ്റ് ടു നമ്മുടെ കൺസ്ട്രെയിൻറ്റ്. സബ്ജക്റ്റ് ടു എന്താണ്? എന്തിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്കത് ചെയ്യാനുള്ളത്? നമുക്ക് എന്തൊക്കെ ഡേറ്റാസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഇതിനെ പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഉള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് മെഷീൻ എയുടെ കേസ് വരുമ്പോൾ സബ്ജക്റ്റ് നമ്മുടെ കൺസ്ട്രെയിൻസ്. ഫസ്റ്റ് വൺ 2x1 പ്ലസ് 5x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16. നെക്സ്റ്റ് വൺ 6x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30. ഓക്കെ. ദെൻ ഇനി നമ്മൾ കഴിഞ്ഞതിനകത്ത് പറഞ്ഞതിൽ ഡിസിഷൻ വേരിയബിൾസ് ആയി അല്ലേ? എന്തൊക്കെ കാര്യങ്ങളായെന്ന് വെച്ചാൽ ഡിസിഷൻ വേരിയബിൾസ് ആയി. x1ഉം x2ഉമാണ് നമ്മളുടെ ഡിസിഷൻ വേരിയബിൾസ്. ഓക്കെ, നമുക്ക് ഒബ്ജക്റ്റീവിലേക്ക് എത്താനുള്ള നമ്മളുടെ ഡിസിഷൻ വേരിയബിൾസ് ആണ് x1ഉം x2ഉം. ദെൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആയി. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതി വെക്കുക അല്ലേ? ഇത് ഡിസിഷൻ വേരിയബിൾസ്. ഡിസിഷൻ വേരിയബിൾസ്. ദെൻ നെക്സ്റ്റ് ഇതെന്ന് പറയുമ്പോൾ നമ്മളുടെ കൺസ്ട്രെയിൻസ്. കൺസ്ട്രെയിൻസ്. ഓക്കെ, കൺസ്ട്രെയിൻസ്. ദെൻ ലാസ്റ്റ് നമ്മൾക്ക് നോൺ നെഗറ്റിവിറ്റി വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? നോൺ നെഗറ്റിവിറ്റി വാല്യൂസ് എന്ന് പറയുമ്പം അവയുടെ വാല്യൂസ് ഒരിക്കലും നെഗറ്റീവ് ആകാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതേതൊക്കെയാണ് ആ വാല്യൂസ് എന്ന് പറയുന്നത്? ഈ പറയുന്ന ഡിസിഷൻ വേരിയബിൾസ് ആണ് ഒരിക്കലും എന്താകാൻ പാടില്ല എന്ന് പറയുന്നത്? നെഗറ്റീവ് ആകാൻ പാടില്ല എന്ന് പറയുന്നത്. x1ഉം x2. അപ്പം അതും കൂടി നമ്മൾ ആഡ് ചെയ്യണം. x1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതുപോലെ തന്നെ x2 എന്ന് പറയുന്നതും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ മനസ്സിലായോ? അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഫസ്റ്റ് ഡിസിഷൻ വേരിയബിൾസ് ആയിട്ടെടുത്ത് എന്താണ്? നമ്പർ ഓഫ് ചെയേഴ്സും നമ്പർ ഓഫ് ടേബിൾസും x1ഉം x2ഉം. ദെൻ നമ്മൾക്ക് എന്താണ് ഇവിടെ ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ്? എന്താണ്? മാക്സിമൈസിങ് പ്രോഫിറ്റ്. പ്രോഫിറ്റാണ് ഈ പറഞ്ഞിരിക്കണം അല്ലേ? z ഈസ് ഈക്വൽ ടു x1 പ്ലസ് 5x2 എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റാണ്. അതിനെ മാക്സിമൈസ് ചെയ്യണം. നമ്മൾക്കുള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? സബ്ജക്റ്റ് ടു 2x1 പ്ലസ് 5x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16. അതുപോലെ 6x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30. ഓക്കെ. ദെൻ നമ്മുടെ നോൺ നെഗറ്റിവിറ്റി വാല്യൂസ് ആണ് x1 എന്ന് പറയുന്നതും നമ്പർ ഓഫ് ചെയേഴ്സ് എന്ന് പറയുന്നതും നമ്പർ ഓഫ് ടേബിൾസ് എന്ന് പറയുന്നതും ഒരിക്കലും എന്താകാൻ പാടില്ല? നെഗറ്റീവ് ആകാൻ പാടില്ല. സോ x1 എന്ന് പറയുന്നത് 0യേക്കാളും കൂടുതലായിരിക്കണം. അതുപോലെ x2 എന്ന് പറയുന്നതും 0യേക്കാൾ അല്ലെങ്കിൽ ഈ 0യ്ക്ക് ഈക്വൽ, ഒന്നുകിൽ 0 ആകാം, അതല്ലെങ്കിൽ 0യേക്കാളും കൂടുതലായിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് ഫോർമുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, LPP ഇങ്ങനെയാണ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് എഴുതാനുള്ളത്. മനസ്സിലായോ? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.